നമ്മുടെ ഈ DJ സെബിൻ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അദ്ദേഹം വന്നു കയറിയപ്പോൾ തന്നെ പറഞ്ഞു, അതിനകത്ത് ഇല്ലാത്തൊരു കാര്യം ഫൺ എലമെന്റ്സ് ആണ്, അതുമായിട്ടാണ് ഞാൻ അതിനകത്തേക്ക് പോകുന്നത് ലാലേട്ട എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. സെബിൻ ഓരോ മത്സരാർത്ഥികളെയും കൃത്യമായി അനലൈസ് ചെയ്യുകയും അവർക്ക് കൊടുക്കേണ്ടത് ഏത് സാധനമാണെന്നും അത് എത്ര ഡോസിൽ കൊടുക്കണമെന്നും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അടിക്കുന്ന ഒരാളാണ്. അധികവുമില്ല, എന്നാൽ കുറഞ്ഞു പോവുകയുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ സെബിനും അത് കൃത്യമായി പണിയായി വരുന്നുണ്ട്. സെബിൻ അടിച്ച തഗ് ഡയലോഗുകളെയും ജോക്കുകളെയും ഒക്കെ ആൾക്കാർ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനിയിപ്പോൾ സെബിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതൊന്നും ഓർമ്മ വരാത്ത രീതിയിൽ കഴിഞ്ഞ ദിവസം നല്ല ഒന്നൊന്നര അലക്ക് നമ്മുടെ ഋഷി അലക്കി വിട്ടു. അതിനുള്ള കാരണം എന്താണെന്ന് നമ്മളൊക്കെ കേട്ടതാണ്. രാവിലെ നടന്ന മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരു ടൂർ പോകാൻ അവസരം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൂറിൽ എൻ്റെ കൂടെ ഞാൻ കൂട്ടുന്ന വ്യക്തി നമ്മുടെ മുടിയനായിരിക്കും, ജുവനൈൽ ഹോമിലേക്കായിരിക്കും കൊണ്ടുപോവുക. വൈകിട്ട് അത് ജാസ്മിൻ വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിങ്ങിൻ്റെ എൻഡിൽ മുടിയൻ ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ എന്നെയും കൊണ്ട് ജുവനൈൽ ഹോമിലേക്ക് പോകണം എന്നാണ് ഇവിടെ ഒരാൾ പറഞ്ഞത്, അതിൻ്റെ കാരണം എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ അയാൾ പറഞ്ഞ മറുപടി ഇതാണ്, നീ അഹങ്കാരിയാണ്. നീ അഹങ്കാരിയാണ് എന്ന് സെബിൻ പറയുമ്പോൾ മുടിയൻ അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയാണ്. ഒരു കാര്യം നീ അതിന് ഒന്ന് തെളിവായി ചൂണ്ടിക്കാട്ടാമോ? ഈ വീട്ടിൽ ഞാൻ എന്ത് അഹങ്കാരമാണ് കാട്ടിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തെളിവ് നിനക്കൊന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ? ഏകദേശം അരമണിക്കൂറോളം ഈ പ്രശ്നം അവിടെ മുൻപോട്ട് പോയി. ഈ അരമണിക്കൂറിനുള്ളിൽ ഋഷി അഹങ്കാരം കാണിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് പോലും അയാൾക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞില്ല. അത് ഭയങ്കരമായൊരു അടിയായിപ്പോയി സെബിന്. ഇന്ന് രാവിലെ നമ്മുടെ അഭിഷേക് ജയദീപും ഈ സെബിനും തമ്മിൽ ഒരൊടക്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് ആവശ്യമില്ലാതെ ചൊറിയാൻ വരുന്ന ആൾക്കാരെ ക്യാമറ സ്പേസ് നൽകി അവരുടെ പുറകിൽ നടക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ നിന്നെ അങ്ങ് ഇഗ്നോർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അഭിഷേക് കഴിഞ്ഞ ദിവസത്തെ ആ വിഷയം എടുത്തിട്ട് നല്ല ഒന്നാന്തരം അടിയടിച്ചു വിടുകയാണ്. അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആവശ്യമില്ലാതെ ചൊറിഞ്ഞ് സ്ക്രീൻ സ്പേസ് കൊടുക്കത്തില്ല എന്നുള്ളത് ഇന്നലെ ഇവിടെ കണ്ടിരുന്നു. അനാവശ്യമായിട്ട് ഇന്നലെ നീ ഇവിടെ നടത്തിയ പൊറാട്ട് നാടകം എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരാൾ അഹങ്കാരിയാണെന്ന് തീർച്ചയായിട്ടും പറയാം, പക്ഷേ അതെന്താണ്, എന്തുകൊണ്ടാണ് എന്ന് പറയുവാൻ അരമണിക്കൂർ സമയം ലഭിച്ചിട്ടും നിനക്കതിന് മറുപടി പറയാൻ കഴിയാതെ നീ ഇവിടെ കിടന്ന് മെഴുകുന്നത് എല്ലാ ആൾക്കാരും കണ്ടതാണ്. എന്നിട്ടാണ് നീ എനിക്ക് ക്യാമറ സ്പേസ് തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ വെറുതെ ചൊറിയുകയാണെന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിനക്കതിന് കൃത്യമായിട്ട് ആൻസർ പറയാൻ കഴിയില്ല, നീ വെറുതെ സംസാരിക്കുന്നവനാണ്. അപ്പോൾ ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. എല്ലാ ആൾക്കാരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയാമല്ലോ, സെബിന് ഇതിനകത്ത് യാതൊരു മറുപടിയും പറയാനില്ലായിരുന്നു. ഇന്നലെ ഋഷിയുടെ കയ്യിൽ നിന്ന് നല്ല ഒന്നാന്തരം അലക്ക് മേടിച്ചു എന്നുള്ളത് ഇന്ന് രാവിലെ സെബിൻ തന്നെ ഏറ്റുപറയുകയും ചെയ്തു. ഇന്നലെ എനിക്ക് കിട്ടിയ പണി പോലെ നിങ്ങൾക്കാർക്കും കിട്ടരുത് എന്ന് ഒരു കോൺവെർസേഷനിൽ ചില ആൾക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ സെബിൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും സെബിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത ആഘാതം തന്നെയായിപ്പോയി. ഇന്നലെ വെറുതെ ഇരുന്ന നായയുടെ വായിൽക്കകത്ത് കോല് കൊണ്ടുവന്നിട്ട് ഇളക്കി കടി മേടിക്കുന്ന ഒരു പരിപാടിയായിപ്പോയി ഋഷിയുമായിട്ടുള്ള ആ സംഘടനത്തിൽ സെബിന് പറ്റിയത്.